അപ്പോൾ ഞാൻ റീസെൻ്റ്ലി കാശ്മീർ വാരണാസിയൊക്കെ ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ ട്രിപ്പ് പോയതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ട് കണ്ടിട്ട് എന്നോട് കുറച്ച് പേര് ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഇടുകയാണ്. അപ്പോൾ ട്രിപ്പ് പോയിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചു എന്ന് ഞാൻ എൻ്റെ ട്രിപ്പിൻ്റെ പോയ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവർ പറയുക നിന്നോടൊക്കെ ആര് വന്ന് ചോദിക്കാനാ അങ്ങനെ ഇങ്ങനെ തള്ളുന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചോദിച്ചവരുടെ 2-3 ആൾക്കാരുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ അതിനുള്ള മറുപടിയാണ് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആക്കിയതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് പാക്കേജിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഞങ്ങൾ ട്രിപ്പ് വാലി എന്ന് പറഞ്ഞൊരു പേജാണ് പാക്കേജ് എടുത്തത്. അപ്പം അതെന്ന് വെച്ചാൽ നമ്മളെടുത്തത് 5 ദിവസമാണ്. 5 ദിവസവും 4 രാത്രിയും എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നു, ദെൻ സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ നമ്മൾ കറങ്ങുന്നു, 5th ഡേ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് 5 ദിവസം. ആ 5 ദിവസത്തെ ട്രാൻസ്പോർട്ടേഷനും റൂമും ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തത്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത് വരെ ഇത് നമ്മൾ തന്നെയാണ്. അന്ന് പിക്കപ്പും ഡ്രോപ്പും ഒന്നുമില്ല. ചെക്ക് ഇൻ ചെയ്തു, റൂമിൽ ചെക്ക് ഇൻ ചെയ്തു, സെക്കൻഡ് ഡേ നമ്മൾ എല്ലാവരുടെയും കറങ്ങി, തേർഡ് ഡേ, ഫോർത്ത് ഡേ കറങ്ങി, 5th ഡേ ചെക്ക് ഔട്ട് ചെയ്തു. ഇതാണ് 5 ഡേ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഈ 3 ദിവസം എന്ന് വെച്ചാൽ ചെക്ക് ഇൻ ചെയ്ത ദിവസം ഫസ്റ്റ് ഡേ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഈ 3 ദിവസമായിരുന്നു ഞങ്ങൾ കറങ്ങിയത്. അപ്പം നമുക്ക് വേണ്ട എല്ലാ ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്തു തന്നായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ, നമുക്കിപ്പോൾ ബാത്റൂമിൽ പോകണം എന്നുണ്ടെങ്കിൽ അവർ നിർത്തിത്തരും, ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിലോ അല്ല എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിലോ എല്ലാം നമുക്ക് ഒരു ഡ്രൈവറും ഒരു കാറും നമുക്ക് സ്വന്തമായിരിക്കും. അങ്ങനെയായിരുന്നു അവരുടെ പാക്കേജ്. ഭയങ്കര ഉപകാരപ്പെട്ടു. കാരണം നമുക്ക് പോകേണ്ട എല്ലാ സ്ഥലത്തും അവർ നമ്മളെ കൊണ്ടുപോകും. കാറിൽ കയറിയിരിക്കുക, പോകേണ്ട സ്ഥലത്ത് അവരോട് പറയാം. അങ്ങനെയായിരുന്നു. ഫസ്റ്റ് ചെക്കിനും പിക്കപ്പും ഡ്രോപ്പും ഇല്ല. ഞാൻ ആ പറഞ്ഞ 3 ഐറ്റിനറി 3 ഡേയ്സ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആ 3 ഡേയ്സിൽ എല്ലാ ട്രാൻസ്പോർട്ടേഷനും അവർ പ്രൊവൈഡ് ചെയ്തു. അതുകൂടാതെ റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ 3 സ്റ്റാർ ആണ്. പക്ഷെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഇത് വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ സജ്ജീകരണമുള്ള റൂം മതി, ഭയങ്കര ലക്ഷറി സെറ്റപ്പ് വേണ്ടാന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞായിരുന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്കത് ഓക്കെ ആയിരുന്നു. ഓരോരുത്തരും ഇതാണ് നമ്മൾ ഏറ്റവും താഴെ ലെവലിലുള്ള റൂമാണ് ചോദിച്ചത്. കാരണം നമുക്ക് അറിയാം നമ്മൾ ട്രിപ്പിന് പോകുന്നതാണ്. അപ്പോൾ ആകെ ഉറങ്ങാൻ മാത്രം റൂമിൽ കയറുന്നത്. അപ്പോൾ വലിയ ലക്ഷറി സാധനങ്ങളൊന്നും നമുക്ക് വേണ്ടാന്ന് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു. പിന്നെ നിങ്ങൾ കാശ്മീരിൽ റൂം എടുക്കുമ്പം മെയിൻലി നിങ്ങൾ റൂം ഹീറ്ററും അതുപോലെ തന്നെ കുളിക്കാനുള്ള ചൂടുവെള്ളവും റൂമിലെ ഹീറ്ററും AC എന്ന് പറയുമെന്ന് തോന്നുന്നു, AC എന്നാണ് അതിന് പറയാൻ തോന്നുന്നു. റൂം ഹീറ്ററും കുളിക്കാനുള്ള ഹീറ്ററില്ലേ അത് നിർബന്ധമായിട്ട് പറയുക. അതില്ലാതെ കാശ്മീരിൽ പറ്റില്ല, പ്രത്യേകിച്ച് മലയാളിക്ക്. അപ്പം നിങ്ങൾ അത് എന്തായാലും പ്രൊവൈഡ് ചെയ്യണം. ഏത് റൂമിൽ വേറെ എന്ത് സജ്ജീകരണം ഇല്ലെങ്കിൽ അത് രണ്ടും ചോദിച്ചു വാങ്ങിക്കുക. പിന്നെന്താ ഈ പാക്കേജ് എന്ന് വെച്ചാൽ 3400 ഒരാൾക്ക് വരുന്നത്, പ്രൈസ് വരുന്നത്. ഞാൻ പറഞ്ഞു ഈ 5 ഡേയ്സ് ചെക്ക് ഇൻ ചെയ്ത ഫസ്റ്റ് ഡേ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് നമ്മൾ കറങ്ങി, 5th ഡേ ചെക്ക് ഔട്ട് ചെയ്തു. 5 ദിവസത്തെ റൂമും ട്രാൻസ്പോർട്ടേഷനും എല്ലാം അടക്കമാണ് 3400. ഒരാൾക്ക് അതെനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി. നല്ല ഒരു ഓക്കെ ആയിരുന്നു. 3400 5 ദിവസത്തെ റൂമും ട്രാൻസ്പോർട്ടേഷനും അഫോർഡബിൾ ആയിട്ട് തോന്നി. ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് വേണേൽ കോൺടാക്ട് ചെയ്യാം. ഇനി ട്രിപ്പ് വാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനു മുന്നേയും ഒരുപാട് യാത്ര ചെയ്ത ആൾക്കാരാണ്, നോർത്ത് ഇന്ത്യ സൈഡിലാണെങ്കിലെല്ലാം. അപ്പോൾ ഒരുപാട് ട്രാവൽ ഏജൻസിയുമായിട്ട് നമ്മൾ ഇതിനു മുന്നേയും കൊളാബറേറ്റ് ചെയ്ത ഒരു അനുഭവത്തിലാണ് പറയുന്നത്. ട്രിപ്പ് വാലി എന്ന് പറയുന്നത് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ബട്ട് എനിക്ക് പറയാനുള്ളൊരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. റൂമിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നം എന്നല്ല, എന്താ പറയുക, കുറച്ച് ഡീമെറിറ്റ് ആയിട്ട് പറയാനുള്ള അതാണ്. പെട്ടെന്ന് ആൻസർ തരാത്തതിൻ്റെയും ഒരു ലാഗിങ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമുള്ള പിന്നെയുള്ള ദിവസങ്ങളിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെയുള്ള ദിവസങ്ങളിൽ അവരധികം കോൺടാക്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഈ ഡ്രൈവറെയും ഇതും കിട്ടിയപ്പോൾ നമ്മളെ അടുത്ത് പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു ഐഡിയ ഇല്ലാത്ത ആളാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ അനുസരിച്ച് നടന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്തോ ഒരു ലാഗ് എവിടെയെല്ലാം തോന്നി. അതാണ് പറയാനുള്ളത്. അവരിടക്കിടക്ക് നമ്മളെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യൊന്നുമില്ല. അവർ ആക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ വിളിക്കുകയൊന്നുമില്ല. കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ സർവീസിനെ പറ്റി എനിക്ക് കുഴപ്പമില്ലാണെന്ന് പറയാനുള്ളത്. നമുക്കൊരു ഐഡിയ, വ്യക്തമായ ഐഡിയ ഉണ്ടെങ്കിൽ സ്മൂത്തായിട്ട് പോകും. നമ്മൾ ഒരു ഐഡിയ ഇല്ലാണ്ടാണെങ്കിൽ എനിക്കറിയില്ല, അവർ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ബട്ട് നമ്മളെ കേസിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള കെയറിങ്ങും കാര്യങ്ങളും സർവീസൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും എന്ന് വിചാരിച്ച് ഭയങ്കര ലോ ലെവലും ആയിരുന്നില്ല. അങ്ങനെ ഒരു ഓക്കെ ആണ് എനിക്ക് പാക്കേജിനെ പറ്റി പറയാനുള്ളത്.
ഒന്നുമില്ല, നമ്മൾ പ്ലാൻ ആക്കി പോവാ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 3400 ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി. പിന്നെ അവരെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്കൊരു മലയാളി ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. ഉടായ്പ കാര്യങ്ങളൊന്നുമല്ല, നല്ല നല്ല ജെന്യൂൻ ആയിട്ടുള്ള ടീമാണ്. അപ്പോൾ അങ്ങനെ. പിന്നെ പറയാനുള്ളത് ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഫുഡ് നമ്മൾ വിശക്കുമ്പോൾ കഴിക്കുകയാണ് ചെയ്തത്. പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് എപ്പോഴാണ് വിശക്കുന്നത് അപ്പം നമ്മൾ കാർ നിർത്തും എന്ന് പറയുന്നു, പോയി കഴിക്കുന്നു, വരുന്നു, അങ്ങനെയാണ്. നമ്മൾ രാവിലെ, ഉച്ച, വൈകുന്നേരം, രാത്രി അങ്ങനെ പ്രോപ്പറായിട്ട് കഴിക്കുന്ന ഒരാൾക്കാരല്ല. ഓൾറെഡി നമ്മൾ ഡാൻസേഴ്സ് ആണ്, നമ്മൾ അങ്ങനെ കഴിക്കുന്ന ആൾക്കാരല്ല. നമ്മൾ ലാഗായിട്ട് കഴിക്കുന്ന അങ്ങനത്തെ പ്രശ്നം ഇല്ലായിരുന്നു. പിന്നെ സൊമാറ്റോ, സ്വിഗ്ഗി എല്ലാം അവിടെ അവൈലബിൾ ആണ്. റൂമിലെല്ലാം കൊണ്ടുത്തരും ഫുഡൊക്കെ. അതുകൊണ്ട് ഫുഡിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് നല്ല ഫുഡായിരുന്നു. കാശ്മീരിലെ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. അതുകൊണ്ട് ഫുഡ് നമ്മൾ അപ്പനാണ് ചെയ്തത്. ഈ പാക്കേജിലില്ല. വേണമെങ്കിൽ 1700 മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ പാക്കേജിൽ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞാൻ പറയുന്നത് ഫുഡ് പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യണ്ടെന്നാണ് ഞാൻ പറയുക. നമുക്ക് വിശക്കുമ്പോൾ അവർ നിർത്തി തരുന്നുണ്ടല്ലോ കാറ്, പിന്നെന്തിനാ പാക്കേജിൽ? പോകുന്ന വഴി ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് വിശക്കുമ്പോൾ അവർ നിർത്തി തരുന്നുണ്ടല്ലോ. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ നോക്കി ചെയ്യുക. പിന്നെ പ്രിക്കോഷൻസ്, നിങ്ങൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്ന് വെച്ചാൽ തീർച്ചയായും നിങ്ങൾ ഗ്ലൗസ് വാങ്ങിക്കുക, മഫ്ലർ വാങ്ങിക്കുക, ക്യാപ്പ് വാങ്ങിക്കുക, പഫർ ജാക്കറ്റ് വാങ്ങുക, അതിൻ്റെ മേലെ ഒരു ജാക്കറ്റും കൂടി ഇടുക, തെർമൽസ് നിർബന്ധമായി ഇടുക. സോക്സ് ഞങ്ങളൊക്കെ 3 സോക്സും 2 സോക്സൊക്കെയാണ് കുത്തിക്കയറ്റിയത്. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രമാത്രം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബോഡിയാണ് നിങ്ങൾ ഓരോരുത്തരെയും, എനിക്കറിയില്ല. ബട്ട് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര മോശമായിരുന്നു. ഞാൻ ഇത്ര സാധനങ്ങൾ ഇട്ടിട്ടും ഭയങ്കര തണുപ്പായിരുന്നു. അതും നമ്മൾ പോയത് 2024 ഡിസംബറിലാണ് പോയത്. അപ്പോൾ ഡിസംബറിലാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത്രയും ഡീപ്പായിട്ടുള്ള തണുപ്പ് വന്ന ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ പോയത്. അതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ മെഡിസിൻസ് കൃത്യമായിട്ട് എടുക്കുക. ജലദോഷം, പനി, തലവേദന, ഛർദി, തൊണ്ടവേദനയുടെയൊക്കെ ഇതെടുക്കുക, മെഡിസിൻസ് എടുക്കുക. അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ടെമ്പറേച്ചർ പെട്ടെന്ന് മാറുന്നതുകൊണ്ട് തന്നെ എനിക്കൊക്കെ ഭയങ്കര അസുഖമായിരുന്നു. ഇതിൽ കാശ്മീരിലെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. കാണുമ്പോൾ കുറച്ച് റൂഡായിട്ട് നമുക്ക് തോന്നും, പക്ഷെ നല്ല വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ് ചില സ്ഥലങ്ങളിലൊക്കെ, ഫുഡായാലും നോൺ വെജിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. വാരണാസി എന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളി പ്ലേസ് ആണ്. ഒരു മസ്റ്റ് വിസിറ്റ് ആണ്. എനിക്ക് കാശ്മീരിനെ ഇഷ്ടപ്പെട്ടു. കാശ്മീരിലെ മഞ്ഞും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കാശ്മീരിലെ ക്ലൈമറ്റ് ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ വാരണാസി ഒരു ഫൈൻ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. ഭയങ്കര അടിപൊളി പ്ലേസ് ആണ്. പക്ഷെ അവിടെയാണ് എനിക്ക് കുറച്ചുകൂടി ഒരു പേടിയൊക്കെ തോന്നിയത്. കാശ്മീർ കുറച്ചുകൂടി സേഫ് ആണെന്ന് തോന്നിയത്. വാരണാസിയിൽ പല ആൾക്കാരാണുള്ളത്, അതുകൊണ്ട് കുറച്ചുകൂടി അവിടെയാണ് അങ്ങനെ തോന്നിയത്. ഓക്കെ, അങ്ങനെ. പിന്നെ ഇതൊക്കെയാണ് പറയാനുള്ളത് മെയിനായിട്ടും. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, തീർച്ചയായും മറുപടി തരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ 2 കാര്യങ്ങളാണ് നടന്നത്. വാരണാസി ബക്കറ്റ് ലിസ്റ്റിലാണ്. മഞ്ഞ് കാണണം എന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. എല്ലാം നടന്നു, ദൈവം സഹായിച്ചിട്ട്. ഇനി ഒരുപാട് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്, നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.